തോൽപ്പാവക്കൂത്തും കമ്പരാമായണവും തമ്മിലെന്ത്? ആദ്യമായിട്ട് തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ടല്ലോ. തോൽപ്പാവക്കൂത്ത് എന്നത് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെ ഇന്ന് 80-ൽ താഴെ ഭഗവതി കാവുകളിൽ നടക്കുന്ന അനുഷ്ഠാനാത്മകമായിട്ടുള്ള ഒരു കലാരൂപമാണ്. ഈ തോൽപ്പാവക്കൂത്ത് അതിന് ആധാരമായിരിക്കുന്നത് കമ്പരാമായണമാണ്. അപ്പോൾ എന്താണ് കമ്പരാമായണം? നമുക്കറിയാവുന്നതുപോലെ വാൽമീകി രാമായണത്തിന് നിരവധി പ്രദേശങ്ങളിൽ അതിൻ്റെ പല വിവർത്തനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വാൽമീകി രാമായണത്തിനുണ്ടായ പാഠഭേദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തമിഴിൽ നിന്നുണ്ടായ കമ്പരാമായണം എന്ന കൃതി. ദ്രാവിഡ ഭാഷകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ദ്രാവിഡ ഭാഷകളിലെ രാമകഥകളിൽ ഏറ്റവും പ്രാചീന കൃതിയാണ് കമ്പരാമായണം എന്നുകൂടി മനസ്സിലാക്കണം. ഇപ്പറയുന്ന തോൽപ്പാവക്കൂത്തിന് എന്തുകൊണ്ട് കമ്പരാമായണം ആധാരമായി എന്നും കമ്പരാമായണ കൃതിയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നുമാണ് ഇവിടെ അല്പസമയം കൊണ്ട് വിവരിക്കാൻ ശ്രമിക്കുന്നത്. രാമായണം പല ഭാഷകളിൽ ലോകമെമ്പാടും പ്രചാരത്തിലുണ്ടല്ലോ. നമുക്ക് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ഉണ്ട്. അതുപോലെയാണ് തമിഴർക്ക് രാമാവതാരം എന്നുകൂടി പേരുള്ള ഈ കമ്പരാമായണം. വാൽമീകി രാമായണത്തിലെ 6 കാണ്ഡങ്ങളിലെ മുഴുവൻ കഥയും സ്വതന്ത്ര രൂപത്തിൽ വിവരിക്കുന്ന കാവ്യമാണ് കമ്പരാമായണം. എങ്കിലും അതിനകത്ത് കവി അനേകം പുതിയ കഥകൾ ചേർത്തിട്ടുമുണ്ട്. 12-ാം നൂറ്റാണ്ടിലാണ് ഈ കമ്പരാമായണത്തിൻ്റെ രചന ഉണ്ടായിരിക്കുന്നത്. രചയിതാവ് പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ കമ്പർ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഈ കമ്പരാമായണത്തിലെ പ്രാരംഭത്തിൽ കുറേ ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഈ ധ്യാന ശ്ലോകത്തിൽ വളരെ രസകരമായൊരു ഭാവന കാണാം. അതിങ്ങനെയാണ്: ഐന്തിലേ ഒൻറു പെറ്റാൻ, ഐന്തിലേ ഒൻറെ താവി, ഐന്തിലേ ഒൻറാറാകെ, ആര്യർക്കാക ഏകി, ഐന്തിലേ ഒൻറു പെറ്റ, അണങ്കൈ കണ്ടു, അയലാർ ഊരിൽ ഐന്തിലേ ഒൻறை വൈത്താൻ, അവൻ നമ്മെ അളിത്തു കായ്പാൻ. ഈ ഭാവന ഒരിക്കൽ പോലും ഇതിൽ ഹനുമാൻ എന്ന പദം ഉപയോഗിക്കുന്നില്ല, സമുദ്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, ലങ്കാപുരി എന്ന് പ്രയോഗിക്കുന്നില്ല. എന്നാൽ ഇതിനെക്കുറിച്ചെല്ലാമാണ് ഈ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഐന്തിലേ ഒൻറു പെറ്റാൻ, അതായത് 5-ൽ 1-ന്റെ പുത്രനായ, അതായത് വായു ഭഗവാൻ, 5-ൽ 1-നെ ചാടി, അതായത് സമുദ്രം കടന്നു, അല്ലെങ്കിൽ സമുദ്രത്തിന് മേലെ ആകാശമാർഗേണ പോയി. എന്തിന്? 5-ൽ 1-ന്റെ പുത്രിയെ കാണാൻ. 5-ൽ 1 എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പുത്രി, പഞ്ചഭൂതങ്ങളിലൊന്നായ ഭൂമിയുടെ പുത്രിയായ സീത അന്യൻ്റെ ദേശത്ത് ചെന്ന്
1/5 കൊളുത്തി, അഗ്നിയെ കൊളുത്തി. അങ്ങനെയുള്ള അവൻ, അതായത് ഹനുമാൻ, അവൻ നമ്മെ രക്ഷിക്കും. അവനിലാണ് നമ്മുടെ രക്ഷ. ഇത്തരത്തിൽ വളരെ ലളിതം എന്നാൽ ഭാവനാസുന്ദരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടുന്ന ധാരാളം ധ്യാന ശ്ലോകങ്ങൾ, അതുപോലെ കഥയിലേക്ക് കടക്കുവാനുള്ള വളരെ പറച്ചിൽ സൗന്ദര്യമുള്ള ആഖ്യാനാത്മക മാർഗം, ഇതെല്ലാം കമ്പരാമായണത്തിൽ വളരെ സുലഭമായിട്ട് കാണാൻ കഴിയുന്നു. കമ്പരാമായണ രചനയ്ക്ക് പിന്നിലെ ഒരു ഐതിഹ്യമുണ്ട്. അതായത് ആദ്യമായിട്ട് ഹനുമാൻ ലങ്കയിൽ പ്രവേശിക്കുകയാണ്. നഗരപാലികയായ ലങ്കാലക്ഷ്മി ഹനുമാനെ തടയുന്നുണ്ട്. അകത്ത് കടത്തിവിടുകയില്ല എന്ന് പറയുന്നു ഹനുമാനോട്. ഹനുമാൻ ക്രുദ്ധനായി. ഏറ്റുമുട്ടേണ്ടതാവട്ടെ സ്ത്രീയോടാണ്. അവൾക്കാകട്ടെ അത്ര ശക്തിയുമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ ഹനുമാൻ അവരെ ഇടത് കൈ കൊണ്ട് ചെറുതായി മർദ്ദിക്കുന്നു. എന്നാൽ അടിയേറ്റതും ലങ്കാലക്ഷ്മി ചോര ഛർദ്ദിച്ച് വീഴുകയാണ്. അവർക്ക് ഹനുമത് സ്പർശം സത്യത്തിൽ ഒരു ശാപമോക്ഷമായിരുന്നു. പെട്ടെന്ന് ലങ്കാലക്ഷ്മിക്ക് തൻ്റെ പൂർവ ചരിത്രം ഓർമ്മ വന്നു. ശ്രീരാമദൂതുമായി വന്ന് തന്നെ പ്രഹരിച്ച ആ മാരുതിയെ പ്രശംസിക്കുകയും വന്ദിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നഗരത്തിലേക്കുള്ള വഴി കാട്ടിക്കൊടുത്ത് പിന്നീട് അവരവിടെ നിന്ന് മറയുകയാണ്. അനിവാര്യമായ അപ്രത്യക്ഷമാകലാണ് അവർക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ അവിടെ നിന്ന് പൊടുന്നനെ മാറേണ്ടി വന്നതിനാൽ അവർക്ക് പിന്നീട് നടന്ന രാമ രാവണ യുദ്ധം കാണാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ഈ ലങ്കാലക്ഷ്മി എന്നത് പാർവതിയുടെ പൂർവജന്മമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാർവതി പിന്നീട് കൈലാസത്തിലെത്തുകയും കൈലാസത്തിലെത്തിയ ശേഷം ശിവനോട് തനിക്ക് രാമരാവണ യുദ്ധം കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. മഹാദേവൻ പാർവതിയെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നീ ദ്രാവിഡ നാട്ടിൽ ചെന്ന് അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ അധിവസിക്കുക. ഞാൻ കമ്പരായി അവതരിച്ച് അവിടെ രാമായണം നാടകരൂപത്തിൽ നടത്തിക്കൊള്ളാം. നേരിൽ കാണുന്നതിനേക്കാൾ വ്യക്തമായും ഭംഗിയായും നിനക്ക് ഈ രാമരാവണ യുദ്ധം കാണുകയും ചെയ്യാം. ഇത്തരമൊരു ഒരു 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 ഐതിഹ്യമാണ്, കഥയാണ് തോൽപ്പാവക്കൂത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായും അതുപോലെ കമ്പരാമായണത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായും പറയുന്നത്. ഇത്തരമൊരു കഥ തമിഴ്നാട്ടിൽ പ്രചാരമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും പാവക്കൂത്തിന് കമ്പരാമായണം തന്നെ ഉപയോഗിക്കുന്നതിന് കാരണമായിട്ട് നമ്മുടെ ഈ ദ്രാവിഡ ജനത പിൽക്കാലത്ത് മെനഞ്ഞെടുത്തതാവാം ഈ ഐതിഹ്യകഥ. എങ്കിൽ പോലും ഈ ഐതിഹ്യകഥ നമ്മോട് കൃത്യമായും പറയുന്നത് എന്തെന്നാൽ, കമ്പരാമായണം തോൽപ്പാവക്കൂത്തിന് ആദ്യകാലം മുതൽ തന്നെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. കമ്പരാമായണ കർത്താവായ കമ്പർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു പേര് വന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് കൊടിമരത്തിൻ്റെ, അതായത് കമ്പ് കൊടിമരം, അതിന് ചുവട്ടിൽ നിന്നും ലഭിച്ച അനാഥ ബാലനായിരുന്നു കമ്പർ.
അപ്പോൾ കമ്പിന് സമീപത്ത് നിന്ന് ലഭിച്ചത് കൊണ്ടാണ് കമ്പർ എന്ന പേര് വന്നത് എന്നാണ് പറയുന്നത്. ഈ കമ്പരാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കമ്പരാമായണത്തിലെ യുദ്ധകാന്ഡമാണ്. യുദ്ധകാന്ഡമാണ് കമ്പരാമായണം എഴുതുന്ന വേളയിൽ തന്നെ അതിൻ്റെ അവതരണം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്ന് കരുതാനാവും വിധം നാടകീയ ആഖ്യാനത്തിലാണ് യുദ്ധകാന്ഡം വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. അതിലുപയോഗിക്കുന്ന ആയുധങ്ങൾ, ആയുധങ്ങളുടെ ചലനവേഗങ്ങൾ, പലതരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ, ആൾപ്പോരുകൾ, ആയുധപ്പോരുകൾ എല്ലാം വളരെ നാടകീയമായും രംഗത്ത് അവതരിപ്പിക്കാൻ പാകത്തിലാണ് യുദ്ധകാന്ഡം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഒരു പെർഫോമൻസിന് വേണ്ടിയുള്ള ഒരു ശ്രമം കമ്പരാമായണത്തിൻ്റെ യുദ്ധകാന്ഡത്തിലെ ആഖ്യാനത്തിൽ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നു. ആഖ്യാനത്തിൻ്റെ ഈ നാടകീയ സ്വഭാവം ഇതര രാമായണ ആഖ്യാനങ്ങളിൽ നിന്ന് കമ്പരാമായണത്തെ വേറിട്ട് നിർത്തുന്നു എന്ന കാര്യവും ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഭഗവതി ഭദ്രകാളി കാവുകളിൽ അനുഷ്ഠാനാത്മകമായി അവതരിപ്പിക്കുന്ന, സാധാരണയായി 21 ദിവസം അവതരിപ്പിക്കുന്ന തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപം പെർഫോം ചെയ്യപ്പെടുന്നത് കൂത്തുമാടത്തിലാണ്. ഈ കൂത്തിൻ്റെ അവതരണം നടക്കുന്ന ക്ഷേത്രത്തോടനുബന്ധിച്ച് സ്ഥിരമായി കെട്ടിയിട്ടുള്ള ആ സ്റ്റേജിനെയാണ്, രംഗവേദിയെയാണ് കൂത്തുമാടം എന്ന് പറയുക. മരം കൊണ്ട് നിർമ്മിച്ച ഉയര കൂടുതലുള്ള ഇടത്തെയാണ് മാടം എന്ന് പറയുന്നത്. ഏതാണ്ട് 6 അടി ഉയർന്ന തറയാണ് കൂത്തുമാടത്തിൻ്റേത്. 3.5 അടി വീതിയിൽ വെള്ള തിരശീലയും താഴെ കറുത്ത ശീലയും കൂത്തുമാടത്തിൽ കെട്ടിയിരിക്കും. ഈ വെളുത്ത തിരശീലയിലൂടെയാണ് ആയപ്പുടവ എന്നാണ് ഇതിന് വിളിക്കുന്നത്. അവിടെയാണ് പാവയുടെ നിഴൽ ദൃശ്യങ്ങൾ കാണികൾക്ക് കാണാൻ പറ്റുക. കൂത്തുമാടത്തിനകത്ത്, കൂത്തുമാടത്തിൻ്റെ അത്രയും നീളത്തിൽ 1 അടി അകലത്തിലുള്ള 21 കുഴികളുള്ള ഒരു തടി ഉണ്ടാവും. ഇതിലാണ് നാളികേരമുറി വെച്ച് തിരി കത്തിക്കുന്നത്. വിളക്കുമാടം എന്നാണ് ഇതിനെ വിളിക്കുക. ചെറിയ ക്ഷേത്രങ്ങളിൽ മൺചിരാതും ഉപയോഗിക്കാറുണ്ട്. നിലത്തിൽ നിന്ന് 5 അടി ഉയരത്തിലാണ് വിളക്കുകൾ ഉണ്ടാവുക. മേൽക്കൂരയോടുകൂടിയ ഓടിട്ട കൂത്തുമാടത്തിൻ്റെ ഉൾഭാഗം 3 വശവും ചുമർ കെട്ടിയിരിക്കും. കൂത്തുമാടത്തിൽ നിന്നുകൊണ്ട് കൂത്തു പറയണമെന്നാണ് നിഷ്കർഷം. ശ്രീരാമൻ്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള രാമായണ കഥയാണ് മാടപ്പുലവർ തോൽപ്പാവക്കൂത്തിലൂടെ പറയുന്നത്. ശ്ലോകം ചൊല്ലുകയും അടുത്തിരിക്കുന്ന സഹപുലവർ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിശദാംശങ്ങൾ ആഖ്യാനം ചെയ്യാൻ അവസരം നൽകിക്കൊണ്ട് പുലർച്ചെ വരെ കൂത്ത് അവതരണം നടത്തുന്നു. പുലവരുടെ കഥ പറച്ചിലിനനുസരിച്ച് കാരമുള്ളുകൊണ്ട് തിരശീലയിൽ തറച്ചിരിക്കുന്ന പാവകളെ സന്ദർഭാനുസരണം ചലിപ്പിക്കുമ്പോൾ വിളക്കുമാടത്തിലെ തിരിവെളിച്ചത്തിൽ നിന്ന് രൂപപ്പെടുന്ന നിഴലുകൾ കാണികൾക്ക് അനുഭവവേദ്യമാകുന്നു. അങ്ങനെ ദൃശ്യ ശ്രാവ്യങ്ങളുടെ സവിശേഷമായൊരു അനുഭൂതി മണ്ഡലം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന മുഖ്യ പുലവരെ മാടപ്പുലവർ എന്നുകൂടി വിളിക്കാറുണ്ട്. ഇദ്ദേഹമാണ് 21 ദിവസവും രാമായണ കഥ മുഖ്യമായിട്ട് പറയുക. കമ്പരാമായണത്തിൽ നിന്ന് വാമൊഴിയായി പകർന്നു കിട്ടിയ ശ്ലോകവും വ്യാഖ്യാനവും ഓരോ ദിവസത്തെയും സമയക്രമത്തിനനുസരണമായിട്ടാണ് തോൽപ്പാവക്കൂത്തിൽ പറയുക. കൂടാതെ സാന്ദർഭികമായിട്ട് സഹപുലവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് തത്സമയം മറുപടിയും നൽകും. പുലവർ എന്ന സ്ഥാനത്തെ ആദരിച്ചുകൊണ്ടാണ് കൂത്ത് പറയുക. സാഹിത്യത്തിൻ്റെ അളവുകോലായും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ കണക്കാക്കാറുണ്ട്. ഇനി ഒരാൾ പോലും സദസ്സിലില്ല എങ്കിലും രാത്രി മുഴുവൻ കമ്പരാമായണ കഥ മനഃപാഠമായി പറഞ്ഞ ആൾ എന്ന ബഹുമതി ക്ഷേത്രദേശം ഈ പുലവർക്ക് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം.
ഒരേ ശ്ലോകം ആവർത്തിക്കാതെ നീണ്ട മണിക്കൂറുകൾ കൊണ്ട് കഥ പറയുക എന്നത് പ്രവൃത്തി പരിചയം കൊണ്ട് സാധിക്കുമെങ്കിലും അത് ഭഗവതിയുടെ സഹായം കൊണ്ടാണ് എന്നാണ് പുലവരുടെ ഒരു വിശ്വാസം. ഈ ഭഗവതിയെ സാക്ഷി നിർത്തിയാണ് തോൽപ്പാവക്കൂത്തിലെ പുലവർ കഥ പറയുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കരുത് എന്നുണ്ട്. അതിനാലാണ് ആ എന്നിങ്ങനെ താളത്തിൽ മൂളുന്നത്. ഇത് കഥാഖ്യാനത്തിലെ മൂല്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ശ്രോതാവിന് ഒരു നിമിഷം പോലും പാഴാക്കാനാവില്ല എന്നാണ് വിവക്ഷ. ചില സൂക്ഷ്മ വിവരണങ്ങൾ തോൽപ്പാവക്കൂത്തിലെ ആഖ്യാനത്തിൽ, അതായത് കമ്പരാമായണത്തിലെ ആഖ്യാനത്തിൽ കാണാം. ഒരു ഉദാഹരണം പറയാം. രാവണൻ സീതയെ കളവ് ചെയ്ത സമയം കൃഷ്ണപക്ഷം അഷ്ടമി പക്കം സൂര്യാസ്തമന സമയം ചന്ദ്രോദയത്തിന് മുമ്പ് ത്രിസന്ധ്യയ്ക്ക് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആ സമയത്തെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പറയുന്ന ഒരു രീതി പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. സമയത്തെ, കാലത്തെ ഒക്കെ കമ്പരാമായണം അടയാളപ്പെടുത്തുന്ന വിധം സവിശേഷമാണ്. അതുപോലെ ഈ പൂർവ പുലവന്മാരെ വന്ദിക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ ഈ തോൽപ്പാവക്കൂത്ത് കലാകാരന്മാർ പൂർവ്വ കലാകാരന്മാരെക്കുറിച്ച്, അവരുടെ കഴിവിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ വൈഭവം എപ്പടി എന്നാൽ കണ്ണുക്കോ കർപ്പൂര ദീപം പാർത്തപോൽ കർണത്തുക്കോ പുരാണം കെട്ടപോൽ തൊണ്ടയ്ക്കോ പൂവിരുന്ത പോൽ ചൊന്ന നാവുക്കോ രസപദാർത്ഥം ഭുജിച്ച പോൽ കൈക്കോ അഷ്ടകടകം പോട്ട പോൽ എന്നാണ്. ഇത് സത്യത്തിൽ പുലവരെക്കുറിച്ചുള്ള, കഥ പറച്ചിലുകാരെക്കുറിച്ചുള്ള, അവരുടെ കഴിവിനെക്കുറിച്ചുള്ള പറച്ചിലാണ്. പക്ഷെ ഈ പറച്ചിലിൻ്റെ ടോൺ, ഈണം എന്നത് കമ്പരാമായണത്തിൻ്റെ ഈണം തന്നെയാണ് എന്നുള്ളതാണ്. അതായത് കഥ പറച്ചിലിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ടോൺ എന്താണോ അതേ ടോൺ തന്നെ ഇവരുടെ മറ്റ് വിവരണങ്ങളിലും മറ്റ് ആമുഖങ്ങളിലും എല്ലാം ഇവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അപ്പോൾ കമ്പരാമായണം തോൽപ്പാവക്കൂത്ത് പോലെയുള്ളൊരു കലാരൂപത്തിൻ്റെ അടിസ്ഥാനമായി എന്ന് ചോദിച്ചാൽ അതിൽ അക്കമിട്ട് നിരത്തി പറഞ്ഞാൽ ഒന്നാമത്തെ കാരണം അതിൻ്റെ ഭാഷയാണ്. തമിഴ് ഭാഷയിൽ ആണ് കമ്പരാമായണം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, തമിഴിലെ ഒരു ജനകീയ വിനിമയ താളം ഈ കമ്പരാമായണത്തിനുണ്ട് എന്നതാണ്. അതുകൊണ്ട് രാമായണ കഥ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഭാഷാപരമായ സാരൂപ്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഭാഷാപരമായുള്ള ഒരു തടസ്സം ഒരിക്കലും കേൾവിക്കാർക്ക് അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഭാഷയാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തേത്, കമ്പരാമായണത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു നരേറ്റീവ് ടെക്നിക്ക് കൊണ്ട് കമ്പരാമായണത്തിൻ്റെ വരികൾക്കിടയിൽ കമ്പർ സാധ്യമാക്കിയ വലിയൊരു സംവാദ സാധ്യതയുണ്ട്. അത് തോൽപ്പാവക്കൂത്തിലെ പുലവന്മാർ ഭംഗിയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹ മുഹൂർത്തങ്ങളെക്കുറിച്ച്, അതുപോലെ ഒരു കഥാപാത്രം ദുഃഖിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ദുഃഖിക്കുന്ന വേളയിലുള്ള പ്രകൃതിയുടെ ദുഃഖാത്മകമായ വികാരത്തെക്കുറിച്ച്, ഒരു കഥാപാത്രത്തിന് അസുഖം സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ അസുഖത്തിൻ്റെ ചികിത്സയെക്കുറിച്ചുള്ള, ചികിത്സാ മാർഗത്തെക്കുറിച്ചും വൈദ്യത്തെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ. ഇത്തരത്തിൽ പുലവർക്ക് സ്വന്തം വിജ്ഞാനം, അതത് കാലത്തെ വിജ്ഞാനം കൂട്ടിച്ചേർത്ത് പറയാവുന്ന രീതിയിൽ, അവതരിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ്, സംവാദ സാധ്യത ഈ കമ്പരാമായണം
ഒരുക്കുന്നു എന്നുള്ളതാണ്. അത് തോൽപ്പാവക്കൂത്ത് കലാകാരന്മാർ ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത് കമ്പരാമായണത്തിൽ അടിമുടി കാണുന്ന, പ്രത്യേകിച്ചും യുദ്ധകാണ്ഡത്തിൽ കാണുന്ന നാടകീയതയാണ്. ഈ നാടകീയത കഥ പറച്ചിലിൻ്റെ ഒരു സങ്കേതമായിട്ടും ഒരു ആഖ്യാന തന്ത്രമായിട്ടും അതേസമയം തന്നെ കേൾവിക്കാരെ പിടിച്ചിരുത്തുന്ന, അവരിലേക്ക് രാമായണ കഥ അതിൻ്റെ എല്ലാ ലക്ഷ്യത്തോടും കൂടി കേൾവിക്കാരിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള നാടകീയത ആണ് അടുത്ത സവിശേഷത. ഏറ്റവും ഒടുവിൽ കമ്പരാമായണത്തിനുള്ള വലിയ ജനകീയതയാണ്. അത് ജനസമൂഹത്തിലെ ജനതയുടെ ഏത് അടരിനെയും അഭിസംബോധന ചെയ്യാവുന്ന, ഏത് അടരിലേക്കും ഇറങ്ങിച്ചെല്ലാവുന്ന, അവരുടേതായിട്ട് കരുതാവുന്ന അത്തരത്തിലുള്ള ഒരു 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 ജനകീയത കമ്പരാമായണത്തിന് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇത്തരത്തിൽ കമ്പരാമായണം അതിൻ്റെ ഭാഷാപരമായ അനുയോജ്യത കൊണ്ടും അതൊരുക്കുന്ന വിപുലമായ ജ്ഞാനസംവാദ സാധ്യത കൊണ്ടും അതൊരുക്കുന്ന കലാപരമായ ആഖ്യാനതന്ത്രമെന്ന രീതിയിലുള്ള നാടകീയതയുടെ പ്രകടനം കൊണ്ടും ഏറ്റവും ഒടുവിൽ ജനകീയതയുടെ ഒരു വിശാലമായ ആശയ പശ്ചാത്തലം ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടും തോൽപ്പാവക്കൂത്തുപോലെ ജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപത്തിന് കമ്പരാമായണം പോലെയുള്ള ഒരു കാവ്യം ആധാരമായി തീരുന്നു, അടിസ്ഥാനമായി തീരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.